നമസ്തേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഒരു മുഖവുര തരേണ്ടതില്ലാത്ത ഒരു വ്യക്തിത്വമാണ് എന്നോടൊപ്പം ഉള്ളത്. അത് പൂജനീയ ചിദാനന്ദപുരി സ്വാമികളാണ്. നമസ്തേ സ്വാമി. നമസ്തേ നമസ്തേ. സ്വാമിജി, എൻ്റെ ആദ്യത്തെ ചോദ്യം അങ്ങയുടെ സന്യാസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു സന്യാസി നിരന്തരമായി രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നു, സമാജത്തിൻ്റെ വിവാദ വിഷയങ്ങളിലടക്കം പ്രതികരിക്കുന്നു. ഒരു സന്യാസി ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടേണ്ടതുണ്ടോ? സന്യാസിയെ സംബന്ധിച്ച് അയാളുടെ വൈയക്തികമായ സാധനാക്രമവും വീക്ഷണവും ഉണ്ട്. അനാദിയായ ഒരു ഗുരുപരമ്പര, അതിൽ തന്നെ തൻ്റെ ഗുരുനാഥൻ, ആ ഗുരുനാഥൻ തന്ന ഉപദേശങ്ങളുണ്ട്. അതിന് അടിസ്ഥാനമായ ശാസ്ത്രവുമുണ്ട്. അതിനനുസൃതമായിട്ടാണ് ഒരു സന്യാസി ജീവിതം നയിക്കുന്നത്. സന്യാസി ജീവിക്കുന്നത് ലോകത്തിലാണ്, രാഷ്ട്രത്തിലാണ്. അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ സംസ്ഥാനത്തിലാണ്, അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ഗ്രാമത്തിലോ പട്ടണത്തിലോ ആണ്. ആ രാഷ്ട്രത്തിലെ പൗരനാണ് സന്യാസി. വോട്ടിംഗ് റൈറ്റുള്ള ആളാണ് സന്യാസി. അയാൾക്ക് തെരഞ്ഞെടുപ്പ് ID കാർഡും ആധാർ കാർഡും പാൻ കാർഡും പാസ്പോർട്ടും എന്തെല്ലാം റേഷൻ കാർഡും എന്തെല്ലാം ഒരു പൗരനുണ്ടോ അതെല്ലാം ഉള്ള ആളാണ്. എനിക്കിതെല്ലാം ഉണ്ട്. ഞാൻ ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗമാണെന്നും രാഷ്ട്രം എൻ്റെ അമ്മയാണെന്നും കണക്കാക്കി ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് സന്യാസി രാഷ്ട്രത്തെ സംബന്ധിച്ച് പറയാമോ? പറയാം. ചിന്തിക്കാമോ? ചിന്തിക്കാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയല്ല. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രീയം. രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയം. നമ്മുടെ രാഷ്ട്രമെന്ന കാഴ്ചപ്പാട് തന്നെ വേദത്തിലും വൈദിക ശാസ്ത്രങ്ങളിലും അധിഷ്ഠിതമാണ്. വേദത്തിലൂടെ വൈദിക ശാസ്ത്രങ്ങളിലൂടെ, വ്യക്തമായി പറഞ്ഞാൽ ഇതിഹാസ പുരാണങ്ങളിലൂടെ, ധർമ്മശാസ്ത്രങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് രാഷ്ട്രമെന്നുള്ള ആ മഹിതമായ ആശയം. അപ്പോൾ അതിനെ വേണ്ടതുപോലെ സംഗ്രഥനം ചെയ്യാനും അതിന് പോറലേൽക്കാതിരിക്കാനും, എപ്പോൾ എങ്ങനെ പോറലേൽക്കുന്നുണ്ടോ അവിടെ നിന്ന് അതിനെ രക്ഷിക്കാനും ഉള്ള ആശയങ്ങളെ പ്രചരിപ്പിക്കേണ്ടത് സന്യാസിയുടെ അവശ്യ കർത്തവ്യമാണ്. അതുകൊണ്ട് സന്യാസിക്ക് രാഷ്ട്രീയം പറയാൻ പാടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. സന്യാസി പറയുക തന്നെ ചെയ്യും. നമ്മൾ രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഭാരതം ഒരു രാഷ്ട്രം എടുക്കുക. ഈ ഭാരതം എന്ന രാഷ്ട്രത്തെ സംഗ്രഥനം ചെയ്ത്, സംഗ്രഥനം എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിലനിർത്തിയതിന് പിന്നിൽ വാസ്തവത്തിൽ ആരാണ്? അടിസ്ഥാനപരമായി നമ്മളവിടെ കാണുന്നത് ഒരു സന്യാസിയെയാണ്, ശങ്കരാചാര്യസ്വാമികൾ. ഭഗവാൻ ഭാഷ്യകാരൻ ആ കാലഘട്ടത്തിൽ ഭാരതം മുഴുവൻ യാത്ര ചെയ്യുകയും ഭാരതത്തിൻ്റെ വ്യക്തമായി 4 കോണുകളിൽ മഠങ്ങൾ സ്ഥാപിക്കുകയും ആ മഠങ്ങൾ കേന്ദ്രീകരിച്ച് പൂർവ, ദക്ഷിണ, പശ്ചിമ, ഉത്തര ഭാരതത്തിന് വേണ്ട ധർമ്മപ്രചരണത്തിനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ഭാരതം എന്ന രാഷ്ട്രം തന്നെ സംഗ്രഥിതമായി നിലനിന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നിരന്തരമായി സന്യാസി ശ്രേഷ്ഠന്മാർ രാഷ്ട്ര സംരക്ഷണത്തിന് വേണ്ട ആശയങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു സമൂഹത്തിന്. അതിൽ ചില പ്രബലന്മാരെ അല്ലെങ്കിൽ ചില പ്രഗത്ഭന്മാരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ വിദ്യാരണ്യസ്വാമികൾ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ്. ഭഗവാൻ ഭാഷ്യകാരന് ശേഷം ഒരു രാഷ്ട്രം എന്നുള്ളതിൻ്റെ വികാസത്തിന് വേണ്ടി ഏറ്റവും പരിശ്രമിച്ച മഹാപുരുഷനായിട്ട് നമുക്ക് വിദ്യാരണ്യസ്വാമികളെ കാണാം. പിന്നീട് സ്വാമി മധുസൂദന സരസ്വതി സ്വാമികൾ. പിന്നീട് നമ്മൾ അതുപോലൊരു തേജോമൂർത്തിയെ കാണുന്നത് വിവേകാനന്ദ സ്വാമികളിലാണ്. അവരെല്ലാം തന്നെ
രാഷ്ട്രത്തിൻ്റെ സ്വത്വത്തിന് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ ഉണർച്ചയ്ക്ക് വേണ്ടി, സംഗ്രഥനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. വിവേകാനന്ദ സ്വാമികൾക്ക് ശേഷം ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് രംഗനാഥാനന്ദ സ്വാമികൾ, ചിന്മയാനന്ദ സ്വാമികൾ തുടങ്ങി ഒരു നിര തന്നെയുണ്ട്. അപ്പോൾ അവരാരും രാഷ്ട്രത്തെ സംബന്ധിച്ച് മിണ്ടാതിരുന്നവരല്ല. ഒരു കാലത്ത് ദി കൾച്ചറൽ അംബാസിഡർ ഓഫ് ഇന്ത്യ എന്ന രീതിയിൽ രംഗനാഥാനന്ദ സ്വാമികൾ പ്രസിദ്ധനായിരുന്നു. അപ്പം രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന, രാഷ്ട്രത്തിൻ്റെ സ്വത്വത്തെ സംബന്ധിക്കുന്ന, ആ സ്വത്വത്തിന് പോറലേൽക്കുമ്പോൾ അതിനെ എങ്ങനെ അതിക്രമിക്കണം എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ആശയങ്ങൾ സമൂഹത്തിൽ പ്രസരിപ്പിക്കുക എന്നുള്ളത് സന്യാസിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇത് മലയാളിയെ സംബന്ധിച്ചൊരു ധാരണ, സന്യാസി എന്ന് പറഞ്ഞാൽ വല്ല രാമനാമം ജപിച്ച് ജ്ഞാനപ്പാനയും ചൊല്ലി ഈ സമൂഹമായിട്ട് യാതൊരു തരത്തിലും ബന്ധവും ഇല്ലാതെ എവിടെയെങ്കിലും ഒന്ന് മാറിയിരിക്കണം എന്നൊരു സങ്കല്പം എങ്ങനെയൊക്കെയോ കേരളത്തിൽ വന്നു പോയിരുന്നു ഇടക്കാലത്ത്. ആ ഇടക്കാലത്ത് വന്നു പോയ ഒരു വികല സങ്കല്പത്തിൻ്റെ ഫലമാണ് ഇന്നും ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, വാസ്തവമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് സ്വാധീനമായിരിക്കാം അല്ലേ ഇതിന് ഒരു പരിധിവരെ കാരണം? ആയിരിക്കാം, വലിയൊരു ഘടകമായിരിക്കാം. കാരണം സന്യാസിമാർ നമുക്ക് ഭാരതത്തിൻ്റെ ഒരു അടിമത്ത കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു മുസ്ലിം ഭരണകാലത്ത്. എത്ര ആയിരം സന്യാസിമാർ ഹിംസിക്കപ്പെട്ടു എന്ന് നമ്മളെടുത്ത് കണക്കില്ല. അഖാഡകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിഹീനമായ രീതിയിൽ സന്യാസിമാരുടെ മുകളിൽ ഹിംസകൾ നടന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ധർമ്മത്തെ, രാഷ്ട്രത്തെ നിലനിർത്തിപ്പോന്ന ചിന്തകൾ ഭിക്ഷാടനത്തിൻ്റെ ഭാഗമായി തീർത്തും അനൗപചാരികമായി സന്യാസിമാർ നിർവഹിച്ച ഗൃഹസമ്പർക്കങ്ങളിലൂടെയും മറ്റുമാണ് സംഭവിച്ചത്. അങ്ങനെ മധ്യ ഉത്തര ഭാരതത്തിൽ, പശ്ചിമ എന്നും പറയാം, മധ്യ പശ്ചിമ ഉത്തര ഭാരതത്തിൽ തീർത്തും നമ്മുടെ ഒരു ധർമാവബോധം സുരക്ഷിതമായി നിലകൊണ്ടു. ആചാരനിഷ്ഠയോടുകൂടി സമൂഹം പുലർന്നു. അപ്പോൾ ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച അധീശത്വം, അടിമത്തം ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഹിന്ദു ധർമ്മ വ്യവസ്ഥ നിലനിന്നതിൻ്റെ പിന്നിൽ ഒട്ടനവധി കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം സന്യാസിമാരുടെ സമൂഹ സമ്പർക്കമാണ്. ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് സാന്ദർഭികമായി ഓർമ്മ വരുന്നത്, കമ്മ്യൂണിസം ആയിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞതുകൊണ്ട് ഓർമ്മ വന്നതാണ്, ശ്രീ EMS നമ്പൂതിരിപ്പാട് ചിന്തയിൽ ഒരു ലേഖനം മുമ്പ് എഴുതിയിരുന്നു. അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, നമുക്ക് മധ്യ പശ്ചിമ ഉത്തര ഭാരതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടം ലഭിക്കാത്തത് അവിടുത്തെ സമൂഹം ക്ഷേത്രങ്ങളുമായും ആചാരങ്ങളുമായും അങ്ങേയറ്റം ബന്ധപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ടാണ്. ഈ ആചാരനിഷ്ഠ കുറഞ്ഞ പ്രദേശങ്ങളാണ് കേരളവും ബംഗാളും ഒക്കെ. അവിടെയാണ് നമുക്ക് വേരോടാൻ സാധിച്ചത് എന്ന്. അപ്പോൾ അതിൻ്റെ ധ്വനി, കമ്മ്യൂണിസം വളരണമെങ്കിൽ ഈ ആചാരങ്ങളും അനുഷ്ഠാന പദ്ധതികളും ഇല്ലാതാവണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരാണ് ഉത്തരഭാരതത്തിലും മധ്യഭാരതത്തിലും പശ്ചിമ ഭാരതത്തിലും ഈ ഒരു വേരോട്ടം ഉണ്ടാക്കിയത്? അനേക ഘടകങ്ങളുണ്ട്, അതിലൊന്ന് സന്യാസിമാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സന്യാസിമാരെന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരാണെന്നോ അവർ സാമാജിക വിഷയങ്ങളിൽ ഇടപെടാത്തവരാണെന്നൊക്കെ ഒരു ധാരണ എങ്ങനെയൊക്കെയോ വ്യാപിച്ചു. എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ പറ്റും. കോഴിക്കോട് ജില്ലയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ നാദാപുരം, കക്കട്ട്, കുറ്റിയാടി ആ പ്രദേശങ്ങളിലൊക്കെ 1990-കളിൽ, അതായത് ഇന്നേക്ക് ഒരു 35-36 വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത്. ഈ പറയുന്ന ചിദാനന്ദപുരി സ്വാമി ബസ് കാത്തു നിൽക്കുകയോ അല്ലെങ്കിൽ ജീപ്പ് കാത്തു നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ധാരാളം ചെറുപ്പക്കാരടുത്തേക്ക് വരും, ഒന്ന് കാർക്കിക്കും, എന്നിട്ട് അങ്ങ് തുപ്പും. ദേഹത്തല്ല, അടുത്ത്, എന്നിട്ട് അങ്ങ് പോകും. ഞാൻ അവർക്ക് എന്ത് ചെയ്തു? ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ചെറുപ്പക്കാരനെ, അന്ന് ചെറുപ്പമാണ്, ഇന്നത്തെ
ആളല്ല, അന്ന് യുവാവാണ്. അപ്പോൾ ആ യുവത്വത്തിലുള്ള ഒരാൾ കാഷായ വസ്ത്രം ധരിച്ച് നിൽക്കുന്ന സമയത്ത് അവർക്കുള്ള പുച്ഛം അത് പ്രകടിപ്പിക്കാനാണ് ഇത് ചെയ്യുന്നത്. ഇന്നാരും ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. നേരെ മറിച്ച് ക്രിസ്തീയ മതത്തിൽ സന്യസ്തരായോ മറ്റോ കഴിയുന്നവരോട് ആരും ഇങ്ങനെ പെരുമാറിയില്ല. ഇസ്ലാമിക വീക്ഷണത്തിൽ സന്യസ്തരെന്നൊരു സങ്കല്പം ഇല്ല എങ്കിൽ തന്നെ അവരുടെ മതാചാര്യന്മാരെയോ മതപ്രഭാഷകരെയോ മതപ്രവർത്തകരെയോ ആരും ഇങ്ങനെ ചെയ്തില്ല. എന്തുകൊണ്ട് ഹിന്ദുവിന് നേർക്ക് മാത്രമായി? അത് ഈ വികലമായ കമ്മ്യൂണിസം ഉണ്ടാക്കി തീർത്തൊരു മഹാവിപത്താണെന്ന് ഞാൻ പറയും. ആ ഒരു ബന്ധമുണ്ട്. പക്ഷെ ശരിക്കും ഒരു സന്യാസിക്കല്ലേ ഏറ്റവും നന്നായിട്ട് സമൂഹത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ യോഗ്യതയുള്ളത്? യോഗ്യത എന്ന് പറയുമ്പോൾ സന്യാസിക്ക് മാത്രം എന്ന് പറയരുത്. ബ്രഹ്മചാരിയായാലും ഗൃഹസ്ഥനായാലും സന്യാസിയായാലും സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളെ നിരീക്ഷിക്കുകയും പ്രശ്നങ്ങളെ കാര്യകാരണ ബന്ധത്തോടു കൂടി അപഗ്രഥിക്കുകയും ചെയ്യാൻ കഴിവുള്ള, രാഷ്ട്രമാണ് പരമം, മറ്റെല്ലാം അതിന് താഴെ വരുന്നതാണ് എന്ന കാഴ്ചപ്പാടുള്ള ആർക്കും രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അതിൻ്റെ വിപരീത ഗതിയിൽ നിന്ന് അതിനെ തിരുത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കാനുള്ള അധികാരമുണ്ട്. അതിന് സമാജവുമായി നല്ലപോലെ ബന്ധം വേണം. അത് സന്യാസി ആയാലും കൊള്ളാം, രാഷ്ട്രീയ പ്രവർത്തകരായാലും കൊള്ളാം, ഏത് സംഘടനാ പ്രവർത്തകരായാലും അവർക്ക് സമൂഹവുമായി വൈയക്തികമായ ബന്ധം, സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളെ ഹൃദയത്തിലോട്ട് ചേർത്ത് പിടിച്ചറിയുന്ന ഒരു രീതി ഉണ്ടായിരിക്കണം. അതാണൊരു പൊതുപ്രവർത്തകൻ്റെ ജീവിതത്തിൽ ആവശ്യം വേണ്ടത്. നമ്മൾ പലപ്പോഴും അത് നഷ്ടപ്പെട്ടവരായി പോകുമ്പോൾ സമൂഹത്തിൻ്റെ സ്പന്ദനം വേണ്ടതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ വരും. അപ്പോൾ ആ സ്പന്ദനം അറിയുന്ന ആർക്കും പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ട്, സന്യാസിക്ക് മാത്രമൊന്നുമല്ല.